പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 തിമോഥെയോസ് 2-ാം അധ്യായം 1-ാം വാക്യം. മകനെ, ക്രിസ്തുയേശുള്ള കൃപയാൽ ശക്തിപ്പെടുക. ക്രിസ്തുയേശുള്ള കൃപയാൽ ശക്തിപ്പെടുക. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ നിജപുത്രനായ തിമോഥെയോസിനോട് പറയുന്ന ഈ ഒരു ഭാഗം, പ്രത്യേകിച്ച് ഈ 2-ാം അധ്യായം, കർത്തൃവേലയിൽ നീ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാട് തൻ്റെ മകനോട് പങ്കുവയ്ക്കപ്പെടുകയാണ്. ഞാനിപ്പോൾ ചേലക്കരയ്ക്കുള്ള യാത്രയിലാണ്. 6:15 വീട്ടിൽ പുറപ്പെട്ട് ഞാൻ വടക്കാഞ്ചേരി കഴിഞ്ഞ് റോഡ് വക്കിൽ നിന്നാണ് ഞാൻ ഈ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പ്രിയ ദൈവജനമേ, ഈ കാലയളവിൽ നാം ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊള്ളണം. നമ്മൾ 2024 കഴിയാൻ പോവുകയാണല്ലോ. 2023 പ്രാപിച്ച ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നാം എല്ലാ തലങ്ങളിലും പ്രാപിക്കേണ്ടിയിരിക്കുന്നു, എല്ലാ തലങ്ങളിലും കൊടുക്കേണ്ടിയിരിക്കുന്നു. ദശാംശം എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ആശ്വസിക്കാറുണ്ട്. അത് പഴയ നിയമ ഉപദേശമാണ്. പുതിയ നിയമത്തിൽ ഓഹരിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദശാംശമെങ്കിലും കൊടുക്കാത്തവരുടെ അവസ്ഥ ഒന്ന് നാം തന്നെ ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ദശാംശം മാത്രമല്ല, സമയത്തിൻ്റെ കാര്യത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലും കർത്തൃവേലയുടെ കാര്യത്തിലും നാം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പടി കൂടി കൂടുതലായി മുന്നോട്ട് നാം പോകുന്നില്ല എങ്കിൽ നമ്മുടെ ശക്തി ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രാപിച്ച ദൈവത്തിൻ്റെ ആത്മാവ് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. പല കൂട്ടായ്മകളിലും പല പ്രാർത്ഥനകളിലും പ്രാപിച്ച ദൈവത്തിൻ്റെ ആത്മാവ്. മറ്റൊരു അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കുത്തൊഴുക്കുണ്ടാകണം. ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കൂട്ടായ്മ ഇരിക്കുന്നതിന് കൂടിയും ശരീരം കൂട്ടായ്മയിലും മനസ്സ് മറ്റൊരിടത്ത് ആകരുത്. അത് ദൈവത്തിന് കൃപ പ്രാപിക്കാൻ ഇടവരികയില്ല. നമ്മൾ പ്രാപിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഈ അന്യ ആളുകളുമായി നമ്മൾ സംസർഗത്തിൽ, അനാവശ്യമായ സംസാരത്തിൽ നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകരുത്. ഒരു ദൈവ പൈതലിൻ്റെ കൂട്ടുകെട്ട് എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവുള്ള ആളുകളുമായിട്ടാണ് നമുക്ക് കൂട്ടുകൂടേണ്ടത്. നമ്മൾ ലോകപരമായിട്ട് കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കണമേ, ഹോശേയ-പ്രവചനത്തിൽ വാക്യം ഓർമ്മ വരുന്നുണ്ട്, എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവപൈതൽ ജാതികളുമായിട്ട് കൂട്ടുകെട്ട് കൂടുമ്പോൾ തൻ്റെ കൃപ, തൻ്റെ ആത്മശക്തി, വിശ്വാസം ഇതൊക്കെ കുറഞ്ഞു പോവുകയാണ്, ചോർന്നു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ആ വാക്യം വീണ്ടും പറയാണ്, എൻ്റെ മകൻ തിമോഥെയോസേ, നീ ക്രിസ്തുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നല്ല പ്രഭാതന സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഇന്നലെ അനുഭവിച്ച ആത്മാന ശക്തിയേക്കാൾ ഇരട്ടി പങ്ക് ആത്മാവ് പ്രാപിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ശക്തി ചോർന്നു പോകാതിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം. ദൈവ കൃപയിൽ പോതിരുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ.